ധോനി ഭയ്യ. ധോനി ഭായി പറ, ഞാൻ എന്നാ വേണ്ടേ? വിയർപ്പ് തുന്നിയിട്ട കുപ്പായ ഊരി വെച്ച് ഏതെങ്കിലും രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ആ CCL കളിക്കാൻ പോകാൻ പറ്റുമോ? നിങ്ങളും വിളിച്ചിട്ട് തമാശയാക്കല. പിന്നെ ഭയങ്കര തമാശയല്ലടാ, കൊറേ കാത്തു നിന്നിട്ട് ടീമിലെ സെലക്ഷൻ കിട്ടി, കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടി, വേൾഡ് കപ്പും വെയിറ്റിംഗ്, നിന്റെ ഒരൊറ്റ നല്ല ഇന്നിങ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ മലയാളികൾ റെഡി. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട നീ ഇപ്പം കണ്ണും പൂട്ടി കളിച്ചിട്ട് വിക്കറ്റ് കളി, നീരുമ്പില്ല തമാശ എന്നുള്ളേ. ഒരൊറ്റ കളി മര്യാദയ്ക്ക് കളിച്ചിട്ടില്ലെങ്കിൽ പോലും പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള ടെൻഷൻ, ഇന്ത്യന്റെ 2 ഫോർമാറ്റ് ക്യാപ്റ്റന് പകരം ടീമിൽ വന്നതിന്റെ പ്രഷർ, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അഭിഷേകിന്റെ ഒപ്പം ബാറ്റ് ചെയ്ത് സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രഷർ, ഇതൊന്നും ആയിരിക്കും അന്വേഷിക്കണ്ടല്ലോ. നിന്റെ കളി കാണാൻ വേണ്ടിട്ട് നേരത്തെ കാലത്തെ ജോലിയും തീർത്ത് ഓടിപ്പിടിച്ച് വീട്ടിലെത്തി ടിവിന്റെ മുമ്പിലിരിക്കുന്ന കുറെ ആൾക്കാർ, പരീക്ഷയായിട്ടും പഠിക്കാനുണ്ടായിട്ടും നീ ഒരു നല്ല ഇന്നിങ്സ് കളിച്ച് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വേറെ കുറെ പിള്ളേർ, ക്രിക്കറ്റിനെ പറ്റി അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ ഉള്ള പണിയെല്ലാം വേഗം തീർത്തിട്ട് സീരിയൽ വരെ കാണാണ്ട് നീ നല്ലോണം കളിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി കാത്തിക്കുന്ന വേറെ കുറെ പാവ അമ്മമാർ. ഇത്രയും നാള് നിനക്ക് വേണ്ടിയിട്ട് കണ്ട കമന്റ് ബോക്സിലും ട്വിറ്ററിലും ജസ്റ്റിസ് ഫോർ സഞ്ജു എന്ന് പറഞ്ഞു നടന്നിട്ട് നിനക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ട് നീ അത് മുതലാക്കാണ്ട് നിൽക്കുമ്പോൾ കണ്ട നോർത്ത് ഇന്ത്യക്കാരെയും ബാക്കിയുള്ളവരെയും ബായിന്ന് കളിയാക്കൽ കേൾക്കേണ്ടി വരുന്ന വേറെ കുറെ ആൾക്കാർ. കഷ്ടപ്പാടിന്റെയും പ്രഷറിന്റെയും കാര്യം പറയാനാണെങ്കിൽ നിന്റെ റിവ്യൂ മൊത്തം ലോസ്റ്റായി പോവേ ഉള്ളൂ സഞ്ജു. നിങ്ങൾ വലിയ ക്യാപ്റ്റൻ കൂളല്ലപ്പാ, നിങ്ങൾക്ക് അങ്ങനെല്ലാം പറയാം. എല്ലാവർക്കും നിങ്ങളെ പോലെ പറ്റണമെന്നുണ്ടോ? എനക്ക് പിന്നെ ജനിച്ചപാട് മടിയിലിരുത്തിയിട്ടെന്ന പേരാണല്ലോ ക്യാപ്റ്റൻ കൂളെന്ന്. സഞ്ജു കളിയാകുമ്പോൾ പ്രഷറെല്ലാം ഉണ്ടാവും, അത് മാറ്റി നിർത്തിയിട്ട് കളി ജയിപ്പിക്കലാന്നൊരു നല്ല പ്ലെയറെ കഴിവ്. അല്ലാണ്ട് ഒരു പ്രഷറും ഇല്ലാത്ത കളിയിൽ ബാറ്റ് ചെയ്ത് കളി ജയിപ്പിക്കാനാണെങ്കിൽ നിന്റെ നാട്ടിൽ തന്നെ ഉണ്ടാവും നല്ല അടിപൊളി കണ്ടംകളി പ്ലേയേഴ്സ്. ബാക്കിയുള്ള മാച്ചസിൽ നീ കളിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ നീ ഒറ്റൊരു കാര്യം ഓർമ്മിച്ചാൽ മതി, നീ ഇനിയും മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വേറെ ആരെങ്കിലും വന്ന് കളി ചെയ്യിപ്പിക്കും, അവർ വേൾഡ് കപ്പ് കളിക്കാൻ പോകും, നീ അവർക്ക് വെള്ളം കൊടുക്കാനും പോകും. പക്ഷേ ഇനിയുള്ള മാച്ചസിലെങ്കിലും നീ മര്യാദയ്ക്ക് പെർഫോം ചെയ്താൽ, ഇത്രയും നാൾ നിന്നെ സപ്പോർട്ട് ചെയ്തിരിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കും, അതൊരു പ്രതീക്ഷയായിരിക്കും. ഈ വരുന്ന വേൾഡ് കപ്പിലും നീ കളിക്കുന്നു, നീ അവർക്ക് വേണ്ടി ആ വേൾഡ് കപ്പ് ജയിപ്പിച്ച് കൊടുക്കും എന്നുള്ള പ്രതീക്ഷ. ബാക്കി നീ തീരുമാനിച്ചാൽ മതി, വേൾഡ് കപ്പ് ജയിക്കുന്ന ടീമിൻ്റെ മെയിൻ പ്ലെയർ ആവണോ അല്ല വേൾഡ് കപ്പ് ജയിപ്പിക്കുന്ന പ്ലെയേഴ്സിന് വെള്ളം കൊടുക്കുന്ന ആളാവണോ എന്ന്. ശരി, USA ടീമിന് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ഇന്ത്യൻ ടീമിന് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ? അത് USA ടീം തന്നെയാന്ന്, പകുതി ഇന്ത്യക്കാരാന്നേ ഉള്ളൂ. ചോറ് കൊടുത്തു, അവര് പാനിപ്പൂരി തന്നാൻ പോയി. എന്റെ പൊന്നും ബംഗ്ലാദേശെ നോക്കാ, നിങ്ങളില്ലേ നമ്മളും കളിക്കൂല. ബംഗ്ലാദേശിനെ കളിക്കാൻ കൂട്ടൂല അല്ലേ? ഇല്ല, പ്രതിഷേധിക്കും നമ്മള്. എന്നാ നിങ്ങളും കളിക്കണ്ടപ്പാ. എന്നാ പിന്നെ നമ്മൾ ഇന്ത്യന്റെ പേരെ മാത്രം കളിക്കാണ്ട് പ്രതിഷേധിക്കും. എന്തിനി? പേടിച്ച്. ഐക്യദാർഢ്യം, ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം. അങ്ങനെയാണെങ്കിൽ ആരപ്പുറം കളിക്കാണ്ടിരിക്കല്ലേ വേണ്ടേ? അത് വേണ്ട നമുക്ക് ഇന്ത്യന്റെ ഒപ്പം കളിക്കാനേ പേടി, പ്രതിഷേധമുള്ളൂ, കളിക്കല്ലേ. വന്നവിടെ ഒരു പ്രശ്നം. അയ്യോ, മോനെപ്പോ വന്നോ? ഞാൻ വന്നിട്ട് 10-15 കൊല്ലായി. എന്നാ പിന്നെ നമ്മളങ്ങോട്ട്. എങ്ങോട്ട്? എങ്ങോട്ട് വേണ്ടിക്കും പോവാ. ഈ ചെറിയ പ്രായത്തിൽ നീയും കൂടി അഗ്രഷൻ കാണിച്ച് നമ്മളെ തോപ്പിക്കറ്. പിള്ളേർക്ക് കിട്ടിയത് മതി. നമ്മളെ Under-19 ട്രോഫി അത് കുറച്ച് താമസിക്കും കേട്ടാ മോനെ. അതിനൊന്നും അറിയില്ല, നമുക്ക് മെയിൻ ടീമിൽ കളിക്കാൻ പോവാം. അയ്യോ മോനെ കളിക്കാൻ പറ്റൂല, ടീം ഫുള്ളായില്ലേ. വേറെ ഏതെങ്കിലും ടീം കൂട്ടാൻ പറ്റൂലേ? ഈശ്വര, ബാറ്റിലുണ്ടല്ലോ ഇപ്പൊ ചെക്കൻ ടീമിൽ. മോനാടെ ഇരി, നമുക്ക് കുറച്ച് കിട്ടും. ഓക്കെ, നമ്മളെല്ലാം ഓക്കെ അല്ലേ? ഇംഗ്ലണ്ട് ഓക്കെ. ഇവിടെ അടുത്ത് ബിവറേജസ് ഉള്ളേ, ബാറായാലും മതി. നമ്മളെ ആക്ടിങ് എങ്ങനെയുണ്ടേനു? വിശ്വസിച്ചില്ലേ നമ്മൾ ഗ്രൂപ്പ് കടക്കൂലെന്ന്? വിശ്വസിച്ച് നമ്മൾ ഇപ്രാവശ്യം ഫൈനൽ എത്തുവാ. അതിപ്പോ കളിയെല്ലാം കഴിയണ്ടേ? അതല്ലേ. പിന്നില്ലേ, അഥവാ നമ്മൾ എത്തിയാല് ഈ ഫൈനൽ കളിക്കാണ്ട് നമുക്ക് കപ്പ് കയറാൻ എന്താ വയ്യണ്ട. ജൂണിലെ വേൾഡ് കപ്പ് ഒരു തീരുമാനമാകുന്നില്ല, ഇതെങ്കിലും കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതെന്നാ ബോള് കളിക്കണ്ടേ? ഇത് ഫുട്ബോൾ അല്ലേ, നമ്മള് ക്രിക്കറ്റ് വേൾഡ് കപ്പ് അല്ലേ. അപ്പം മറ്റേ നെതർലാൻഡ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞോ? അവരുണ്ട്. ഇവരുടെ ടീം കളിക്കട്ടെ, കളി മാറിപ്പോയിട്ടല്ലേ. ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളെ ക്യാപ്റ്റനെ കാണുന്നില്ല. എവിടെയാ പോയേ? ഒന്നും അറിയില്ല ഏട്ടൻ മൂസോറെ. ഫ്ലൈറ്റ് ഇറങ്ങിയപാട് കുറേ ആൾ ലാലേട്ടാന്ന് പറഞ്ഞിട്ട് ഓടി വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ ആൾ വന്ന് വിളിച്ചോണ്ടുപോയി. കപ്പുകൂടെ കൊടുത്തിട്ടുണ്ടേ. പിന്നില്ലേ, ഇപ്രാവശ്യം നമ്മൾ ചിലപ്പോൾ 300 അടിക്കും കേട്ടോ, ചിലപ്പോൾ 350 അടിക്കും. ഒരു കളിയിൽ 400 അടിച്ച അപ്പാട് കപ്പിങ് വരും നമുക്ക്. പിന്നെ നമ്മൾ അർഷിത് മോനെ പരിക്കാന്ന് കേട്ടാ, അത് പറഞ്ഞുതരാം. നമ്മളെ കോച്ചിനെ കണ്ടിനാ, ചങ്ങനെ കാണാനില്ലല്ലോ. ഞാനുണ്ട് കളിക്കാരനെയും കൂട്ടുവാ. എടാ നീ എന്നാ ഇവിടെ Under-19 ഇല്ലേ? അത് ജയിച്ച് ഞാൻ 175 റൺ കൊടുത്തില്ലേ ഫൈനലിൽ. ഈ ചെക്കൻ്റെ ഒരു കാര്യല്ലേ, വയസ്സാവാത്തോണ്ട് കളിക്കാൻ കൂട്ടാനും ആവൂല, ഇമ്മാര് ടാലന്റ് ആയതുകൊണ്ട് പുറത്തിരുത്താനും ആവൂല. എന്നാലും അകത്ത് നിർത്തണ്ട, പുറത്തു നോക്കണ്ട, എന്നെ ബെഞ്ചിലിരുത്തിക്കോ, സഞ്ജുവേട്ടന് ഒരു കമ്പനി ആവില്ലോ. പിന്നെ അർഷിത്തിന് പകരം നമ്മളെ സിറാജിക്കായിരിക്കും കേട്ടോ കളിക്കുക. എന്നാ പിന്നെ നമ്മളില്ല കേട്ടാ, ബൈ. ചേടാ ആര് ബാക്കി നാളാ. ഒരാളുകൂടി ഉണ്ട്. ധാരാന്നപ്പാ ഈ തീയതിക്കാണോ വേൾഡ് കപ്പ് തുടങ്ങുന്നേ?
അതെ. അപ്പൊ ഇന്ത്യന്റെ ഫസ്റ്റ് കളിയപ്പാ അന്ന് തന്നെ 7 തന്നെ. ആ പറഞ്ഞ തീയതിക്ക് കളി തുടങ്ങരുത്. റീസൺ എന്താ പറയാ? ആ റീസൺ തന്നെയാണ് പ്രശ്നം. ഒന്നും പറയാൻ കഴിയില്ല. ആ തീയതിയിൽ തുടങ്ങണ്ട. ഓ, ഇന്ത്യൻ ടീം കോച്ചാണ് നിങ്ങള്? അയ്യോ സാറേ, ഞാൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചൊന്നുമല്ല. ഞാൻ ഹർഷിത് മോന്റെ പരിക്ക് മാറ്റാൻ വന്ന മൂപ്പൻ, കാട്ടുമൂപ്പൻ. ഹെലികോപ്റ്റർ ഷോട്ട് ക്രെഡിറ്റ് എടുക്കാൻ നോക്കും നോടാ. അല്ല, ഇവിടെ പറഞ്ഞതാ. ദേ നോക്കണ ഒരു ഹെലികോപ്റ്റർ. അമേരിക്കയിൽ എങ്ങനെ മയിലുണ്ടോ? ആ, കുഴപ്പമില്ല അല്ലേ? ഇനിയില്ലേ നിങ്ങളുടെ ടീമിൽ ഒരു വിക്കറ്റ് കീപ്പർ ഓപ്പണർ ആവശ്യമുണ്ടോ പറയണം കേട്ടോ. നോക്കിട്ട് പറയാം. ആ, അതാ ഇഷാങ്കിസിന് ഔട്ടായി. അഭിഷേക് ഇടക്കല്ലേ? പിന്നില്ലേ ഞാൻ ആ കീപ്പർ കാര്യം ചോദിച്ചതായിരുന്നു പറയണ്ട കേട്ടാ. ചിലപ്പോൾ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു അസോസിയേറ്റ് രാജ്യത്തിനോട് നമ്മൾ വേഗം ഔട്ടായിട്ട് വന്നതെന്ന് കൂട്ടണ്ട. കുറേ ഇന്ത്യക്കാർ കളിച്ച ഒരു ടീമിനോട് നമ്മൾ കുറച്ച് ഇന്ത്യക്കാർ വേഗം ഔട്ടായിട്ട് വന്നു. കൊറേ ഇന്ത്യക്കാരുള്ള ഒരു ടീമിനോട് പറഞ്ഞു നമ്മൾ പറഞ്ഞു. നിന്റെ ഈ പ്രായത്തിൽ വേൾഡ് കപ്പ് ഞാൻ ഓസ്ട്രേലിയനും ഇംഗ്ലണ്ടിനും എല്ലാം അടിച്ചു. എനിക്കൊരു അമേരിക്കൻ അടിക്കാനാവില്ല അല്ലേ? വന്ദേ മാതരം, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ക്യാച്ച് ക്യാച്ച് അധികം ക്യാച്ച് കൊണ്ട് ഇനി ഒരു ക്യാച്ച് ആർത്തരട്ടെ. കേറ്റാ ടീം 100 റൺ എടുക്കുന്നതിനെക്കാട്ടി മുന്നേ ഓൾ ഔട്ട് ആണെന്ന് തോന്നുന്നു കേട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറച്ച് നാൾ മുന്നേ ഫോം ഔട്ട് അല്ലാതിരുന്നിട്ടും ഔട്ട് ഓഫ് റൺസ് ആയിരുന്ന പഴയ സൂര്യകുമാർ യാദവ് അല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. നമ്പർ 1 T20 ബാറ്റർ ആയിരുന്ന കാലം. ഓഫീസേഴ്സ്, SP സിറാജ് റിപ്പോർട്ടിംഗ് ഫോർ ഡ്യൂട്ടി. ഇതാദ്യമായിട്ടല്ല അമേരിക്കക്കാർ ഇന്ത്യയിൽ വന്നിട്ടൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തുന്നു. നമ്മൾ പോകുന്നു, അരിച്ചു പെറുക്കി എല്ലാരെയും അറസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആർ യു റെഡി ബോയ്സ്? ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും വിചാരിച്ചിട്ട് പേടിക്കാത്ത ഇന്ത്യൻ T20 ടീമിനെ നിങ്ങളൊന്ന് പേടിപ്പിച്ച്. ഇന്ത്യൻ ബി ടീമാണോ? നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടോ? ഇതൊന്നും കിട്ടുന്നില്ല സഞ്ജുവേട്ടാ. ഒന്ന് ശരിക്കും നോക്കടാ. ഇല്ല, ഒന്നും കാണുന്നില്ല. എന്റെ തങ്കക്കൂടത്തിൽ നിന്ന് ഏത് പൊട്ട് വെച്ച് കൊടുക്കും ഞാൻ? ആ, അമേരിക്കന്റെ അടുത്ത് 7 ബോൾ ഫേസ് ചെയ്തിട്ട് ഔട്ടായേ. മതി ബീജമുട്ടോ. ഇന്ത്യക്കെതിരെ കളിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. അതിന് നിങ്ങൾ കളിക്കണമെന്ന് ഞമ്മക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്നിപ്പോ നമ്മൾ കഷ്ടപ്പെട്ടൊരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പൈക്ക് ഏത് ICC ടൂർണമെന്റിൽ ആര് ജയിച്ചാലും ഒരു കപ്പ് കറാച്ചിയിലേക്ക് കൊടുത്തു വിടണം. ബ്രാക്കറ്റിലുള്ളത് പൈക്ക്. അല്ലെങ്കിൽ നക്കി വന്ന് കളക്ട് ചെയ്യൂ. നക്കിയല്ല കേട്ടാ, നക്കിയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇന്ത്യക്കെതിരെ നമ്മൾ കളിക്കാം. പക്ഷെ അഭിഷേക് ശർമ്മേനെ ഓപ്പണിങ്ങിനെ വിടറ്, തിലകിനും സൂര്യക്കും റെസ്റ്റ് കൊടുക്കണം, ബുംറക്ക് ബോൾ കൊടുക്കരുത്. പിന്നെ ടോസ് നമുക്ക് കയറണം. നമ്മളെ ബാബർ ഖാനെ 50 അടിക്കാനും വിടണം. അത് മാത്രമാക്കണ്ട, അവർക്ക് നമുക്ക് ബാറ്റിന് പകരം മട്ടലെത്തി കൊടുക്കാം. MRF സീറ്റ് എന്നല്ല എഴുതിയിട്ട്. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല. അത് ഒരു ന്യായമായ ആവശ്യമാണ് നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ചോദ്യം നമ്മൾ ചോദിക്കാം. ഫൈനൽ മാച്ച് പെർഫോം, വാട്ട് ഹാപ്പനിങ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ കളിയാക്കരുത്, ട്രോളരുത്. പാകിസ്ഥാനിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നാ പിന്നെ ഓരോ ഗ്രൗണ്ടിലും ഒരു 5 സെന്റ് സ്ഥലം കൂടി എഴുതി തരട്ടെ നിങ്ങളെ ക്രിക്കറ്റ് ബോർഡിന്. അങ്ങനെ പറ്റുവാ? പോയട്ടെ ചങ്ങായി, ഇതൊന്നും അംഗീകരിക്കാൻ മാത്രമുള്ള വിലയൊന്നും നിങ്ങൾക്കില്ല. ശരിയല്ല, വേറൊരു ലിസ്റ്റ് ഉണ്ട്, ഇത് നോക്ക്. പാകിസ്ഥാന് കൊടുക്കുന്ന ഷെയർ കൂട്ടിത്തരണം. ഒരു 150 റുപ്യ കൂട്ടി തന്നാൽ മതിയാ. ഇന്ത്യൻ്റെ ഒപ്പരം ബൈലാറ്ററിൽ കളിക്കണം. അത് ശരി. അപ്പം നിങ്ങൾ ഇന്ത്യൻ്റെ ഒപ്പരം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ്റെ ഒപ്പരം ഈ കളി കളിക്കാണ്ടിരിക്കുന്നത്. യെസ്, കറക്റ്റ്. അതായത് ഇപ്പൊ നിങ്ങൾ ഈ കളി കളിക്കൂല എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഒപ്പരം കൂടുതൽ കളികൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ന്യായമായ ആവശ്യം മാത്രം. നമുക്ക് ഷെയ്ക്കാൻഡ് തരണം. നിങ്ങളല്ല, ഇന്ത്യക്കാർ തരണം നമുക്ക് ഷെയ്ക്കാൻഡ്. അല്ല, ഇന്ത്യക്കാരെ ഷെയ്ക്കാൻഡ് നിങ്ങൾക്ക് എന്തിനാ? അത് ഷെയ്ക്കാൻഡ് ഇരുന്ന ഫോട്ടോ ഇട്ടിട്ടാണ് നമുക്ക് കറാച്ചിയിലെ പേപ്പറിന്റെ ഫസ്റ്റ് പേജിൽ കൊടുക്കാൻ. ലോക ചാമ്പ്യന്മാരായ പാകിസ്ഥാന് ഇന്ത്യ കൈ കൊടുക്കുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ബൈലേറ്ററിൽ എന്ന് പറയുമ്പോൾ ODI ഉണ്ടാവില്ലേ? ODIയിൽ കോഹ്ലി ഉണ്ടാവില്ലേ? കോഹ്ലി നിങ്ങളെപ്പരം തന്നെ 100 സെഞ്ചുറി അടിച്ചു തീർക്കണം നിങ്ങൾക്ക് അത്രക്ക് ആഗ്രഹം ഉണ്ടാ? അതിന് കോഹ്ലി വിരമിച്ചില്ലേ? കോഹ്ലി ODI വിരമിച്ചിട്ടില്ല. എന്നാ ODI വേണ്ട, ODI കളിക്കണ്ട. ഉസ്മാനെ എറിഞ്ഞോ? എറിയപ്പാ ഏട്ടാ, എറിയോ ബോള്? എടോ
ഏത് ഉത്സവത്തിന്റെ കലശത്തിന് ലോറി കയറ്റി നിർത്തിയെടുത്തെന്ന് ഈ പ്രതിമയെ നിങ്ങളെ കൊണ്ടുവന്നേനി? അമ്പയർ വീഡിയോ എടുത്തും ബോൾ ചെയ്യാണ്ട് അമ്പയർ എടുത്തു. അമ്പയറേ ആരാ? നമ്മള് ഉസ്മാനാ. ഓൻ ബോൾ എറിയാൻ തുടങ്ങുമ്പോ സമയം കുറയാൻ മോനെ. ഞാൻ ചാടിച്ചിട്ട് തരാം അപ്പൊക്ക്. ഈവനല്ല എന്നായി കാണിക്കുന്നത്? ഇതെല്ലാം എന്റെ കൈമ കിട്ടണേ. എന്റെ സ്പെല്ല് പറഞ്ഞു നിർത്തി ഇപ്പം ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടാവും ഞാൻ. Day 2500 of not cutting my hair until United win 5 games in a row. My life between 22 yards for 24 years. It's very difficult to believe that it's coming to an end. പക്ഷേ ഒരു 10-50 ലക്ഷം റണ്ണെടുത്ത് 5-8 വേൾഡ് കപ്പ് ട്രോഫി ഉണ്ട്. പിന്നെ 5-6 T20 മാച്ചസിൽ 50 ബോളിൽ 300 റൺ എടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ടെസ്റ്റിൽ തന്നെ 1000 റൺ എടുത്തിട്ടുണ്ട് 5-8 പ്രാവശ്യം. സോ ഐ എം ഹാപ്പി. IPL 2040 ഞാൻ കളിക്കുമെന്നോ? ഇങ്ങോട്ട് വാ, കം സിറ്റ്. എങ്ങനെയാ എൻ്റെ വിക്കറ്റ് കീപ്പിംഗ് എല്ലാം എങ്ങനെയുണ്ട്? സ്പീഡ് തന്നെയല്ലേ? എൻ്റെ റൺ ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് എല്ലാം എങ്ങനെയുണ്ട്? അത് സ്പീഡ് തന്നെയല്ലേ? ഞാൻ ടയേർഡാന്ന് തോന്നുന്നുണ്ടോ? 2040 IPL ഞാൻ കളിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുവാ? ഇല്ല. സോ യു ജസ്റ്റ് ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു. സോ വിൽ ഐ ബി റിട്ടയറിംഗ് ദിസ് സീസൺ? ആൻസർ വിൽ ബി ഡെഫിനറ്റ്ലി നോട്ട്. ഫിഫ വേൾഡ് കപ്പ് 2056 വിന്നേഴ്സായ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എടോ, കഴിഞ്ഞ സീസണിൽ നമ്മളെ കലൂർ സ്റ്റേഡിയത്തിന്റെ പകുതി അതിഥി തൊഴിലാളികൾക്ക് വാടക കൊടുത്തോണ്ടല്ലേ നമ്മൾ തോറ്റെ. അടുത്ത സീസൺ എന്തായാലും നമ്മൾ കപ്പടിക്കും, കലിപ്പടക്കും. ബ്രോ, അച്ഛൻ വിരമിച്ച് എന്നോട് വന്ന് ഫേസ് ചെയ്യാൻ പറഞ്ഞു. നീ ബോള് അറിഞ്ഞു മാങ്ങ വീട്ടിൽ വിക്കറ്റിനെ കൊണ്ടില്ലേ? അടുത്ത ബോൾ കോമഡി തന്നെയല്ലേ? നിങ്ങൾ ലാസ്റ്റത്തെ ഒരു 8 ബോൾ പോയിട്ട് ബാറ്റ് ചെയ്യുന്നു, ഞാൻ ആദ്യത്തെ ഒരു 8 ബോൾ പോയിട്ട് ബാറ്റ് ചെയ്യുന്നു. CSK ഫോർ എ റീസൺ അല്ലേ വെച്ചാ? ഒരു ബോൾ കുറച്ച് കളിച്ചാൽ മതിയാണ്. എന്നാലും എന്റെ സഞ്ജു ടിങ്ങിൽ ഇത് എന്ത് പണിയാന്ന് കാണിച്ച് ഇത്രയും നല്ല സ്റ്റാർട്ടും കിട്ടിയിട്ട് അടിച്ചുകൂടേനോ നല്ലോണം ഇന്ന്? എന്നിട്ട് വേണം നമീബിയ മർദ്ദകൻ ആൾക്കാർ പറഞ്ഞടക്കെ. ചെറിയ ടീമുകളെയൊന്നും ഞാൻ അടിക്കാറില്ല. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ന്യൂസിലാൻഡിന്റെ ഒപ്പം അടിക്കാണ്ട് തന്നെയോ? അതെനിക്ക് അടിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ലോ, അവരെന്നെ അടിക്കാൻ വിടായിട്ടല്ലേ. ഇന്ന് ഞാൻ സഞ്ജുവിന്റെ ഭാഗത്താണ്. ഒന്നുമില്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ ഇത്രയും നല്ല കുട്ടികളെ കാണാൻ എങ്ങനെയല്ലേ അടിക്കാൻ തോന്നുന്നു വരാ? അത് സത്യാട്ടാ. അതും ഈ വാലന്റൈൻസ് വീക്കിൽ സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് അല്ലേ? ഈ കാര്യം നിങ്ങൾക്ക് ഇഷാൻ കിഷനോടും കൂടി പറയേനു. ആ ചെക്കനെ 6ഉം 4ഉം അല്ലാണ്ട് വേറൊന്നും അടിക്കാൻ അറിയില്ല അല്ലേ? ഓനെങ്ങനെ ചിന്തിക്കൂലല്ലോ. ഓനെന്ത് വാലന്റൈൻസ് വീക്ക്? ഗിലിനെ കളിക്കാൻ കൂട്ടിയിട്ടില്ലല്ലോ നമ്മള്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളെ പിള്ളേർ ബാറ്റ് ചെയ്യുമ്പോൾ കുത്തിത്തിരിച്ച് എല്ലാവരും ഔട്ടാക്കുന്ന ഇവർ ഓർത്തില്ല. നമ്മുടെ ഗ്രൗണ്ട് സ്പിന്നേഴ്സ് ആർക്കിടെക്ട് വെറുതെ ഇടാ. അത് ശരിയാ. ഏത് ശരിയാണെന്ന് കുറച്ചു മുമ്പിലൂടെ നിങ്ങൾ പറഞ്ഞ നമ്മളെ പിള്ളേരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോപ്പിക്കാൻ തോന്നുന്നില്ലാന്ന്. അത് ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പല്ലേ സ്റ്റേഡിയത്തിലെ ആൾക്കാരെല്ലാം കാണുക. ബോൾ ചെയ്യുമ്പോൾ ഇത് നോക്കി നിൽക്കാൻ പറ്റുവാ? കാര്യം ഞാൻ 50 അടിച്ചു. പക്ഷെ പറയാനുള്ളത് പറയാലോ, സ്പിന്നിന്റെ ഒപ്പരം നമ്മളെ കളി തീരെ പോരാ കേട്ടാ. ഈ റാസ്മസിന്റെ ഒപ്പരം ഇങ്ങനെയാണെങ്കിലേ ഇന്റെ മൂത്തിയൊരുത്തനുണ്ട് അങ്ങ് പാകിസ്ഥാനില്. നിനക്കറിയില്ല എന്നാ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട് നിങ്ങളാ. ഇതെല്ലാം ഒരു ആക്ടിങ് അല്ലടാ പാണ്ഡ്യേ. പാകിസ്ഥാനിങ് വരട്ട്, നമ്മളടിച്ച് തൂക്കൂലേ വരാ. തൂക്കണേ മക്കളെ. എങ്ങോട്ടേക്കാ മൈറ്റിയോസീസേ? നമ്മളെ തോപ്പിച്ച് 2 പോയിന്റും കൊണ്ട് ഇന്ന് കിടന്നു പോവാൻ നിങ്ങൾ വിചാരിക്കണ്ട. 2 പോയിന്റും കൊണ്ട് പോകേണ്ടത് എങ്ങനെയാന്ന് നമുക്കറിയാം. ടീം ഡേവിടെ ഗ്രീനെ വാ. മൈറ്റിയോസീസിനോട് വന്നിരുന്ന കളി ആക്ടിങ്. ഓഹോ, എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, മർദ്ദിച്ച കളി വരാം. നമ്മളെ മർദ്ദിച്ചിട്ടാണ് മുമ്പോട്ട് പോവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരാളോടൊന്ന് സംസാരിക്കേണ്ടി വരും. ഏതോ ഒരുത്തൻ നിങ്ങളെ പിന്നിലുണ്ട് നമ്മൾ ഊഹിച്ച്. ആരാന്ന് വിളിക്കുവാനാ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച് നമ്മളെ മർദ്ദിക്കുന്ന ആ മൂർത്തിക്ക് ഇപ്പൊ പേര് കറാച്ചി രാജാവെന്നാണ്. ദാ കാണേ, കറാച്ചിയിൽ നിന്നും മിസൈൽ കണക്കെ 6ഉം 4ഉം ചീറിപ്പായുന്നേ. ബാബർ സിംബാബ്വെ വിറക്കുന്നേ, കിങ് എന്ന് വിളിക്കുന്നേ. സമയ മുങ്ങി വരാൻ പോയൊന്നും കിടിയില്ലല്ലോ. കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കപ്പ് വെള്ളമൊപ്പിച്ചെന്നെ. ഞാൻ വരുന്നു. മൈറ്റിയോസീസേ, ഒരു വലിയ ടീമിന്റെ ധർമ്മമാണ് T20 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ കളികളും ജയിക്കുക എന്നുള്ളത്. പക്ഷെ മാനവ മര്യാദയ്ക്ക് കറാച്ചിയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന നമ്മളെ കുറച്ച് ആൾക്കാരെ BBL വിളിച്ചു കൊണ്ടുപോയി നാണം കെടുത്തി വിട്ട നിങ്ങളുടെ ടീമിന്റെ ബൗൺസറുകളും സിക്സറുകളും പവിത്രമായി സിംബാബ്വെ ടീമിന്റെ മേത്ത് പതിയരുത്. അവർ കളങ്കപ്പെട്ടു പോകും. ഒരു പിടി പാകിസ്ഥാൻ ബാറ്റർമാരുടെ സെഞ്ചുറികൾ ഏറ്റുവാങ്ങിയ ഈ സിംബാബ്വെ ടീം ICC ടൂർണമെന്റുകളിൽ കപ്പടിച്ച് മടുത്താലും ഓസ്ട്രേലിയ ടീമിന് തീണ്ടാപ്പാടകലിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ
പോയി BBL പവർ സർജ് ഓവറിൽ എനിക്ക് സ്ട്രൈക്ക് തരാണ്ടിരുന്നവനോട് വിളിച്ച് കളി കാണാൻ വരാൻ പറ. നീ പകപോക്കെയാണല്ലടാ ബാബറെ. ഇപ്പൊ നമ്മൾ തോക്കുന്നു. നിനക്കുണ്ടല്ലോ കളിക്കാൻ ഇറങ്ങാൻ ഒരു ടീം. കപ്പെടുക്കാൻ വേണ്ടിയിട്ട് സെമിയിലോ ഫൈനലോ നിങ്ങൾ നിൽക്കുമ്പോൾ നമ്മളും വരും ഇതിന് പ്രതികാരം ചെയ്യാൻ. അതിമോഹമാണ് മോനെ, അതിമോഹം. സെമിയിലും ഫൈനലിലും നിങ്ങളെത്തിയാലും നിങ്ങളൊപ്പരം കളിക്കാൻ നമ്മളവിടെ ഉണ്ടാകും എന്നുള്ള മോഹം. അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ നീ വാ. ഉസ്മാനിക്ക് എറിഞ്ഞിട്ട നല്ല മാങ്ങ നോക്കി പെറുക്കി തരാൻ ഞാൻ. അതുകൊണ്ട് ഈ അച്ചാറിട്ട് വെച്ച ആശ തീർക്കാം, നിനക്ക് ആശ തീർക്കാം. മൈറ്റി, കപ്പിനും ചുണ്ടിനും അടക്ക് തോറ്റുപോയ കുറേ കുഞ്ഞൻ ടീമുകൾക്ക് ശേഷം സിംബാബ്വെ വന്നിരിക്കുകയാണ്. നിങ്ങളെ രണ്ടാമതും തോപ്പിക്കാനും T20 വേൾഡ് കപ്പിൽ നിങ്ങൾ തോപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു ടീമായിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാനും. നീ പോടാ മോനെ മൈറ്റി ദിനേശ. സിംബാബ്വെ മക്കളെ വാ, നമുക്ക് ഈ നാടണം പാടണം. കറാച്ചിയിൽ ഇന്ന് ആഘോഷ രാവാണ്. തലക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരുത്തൻ ഇന്ന് കറാച്ചി വിട്ട് പോകാൻ പാടില്ല. സിംബാബ്വെ മർദ്ദകൻ എന്ന് വിളിച്ച് കളിയാക്കും തന്നെ. ഇപ്പൊ കണ്ടോടാ സിംബാബ്വെനെ തോപ്പിക്കാനുള്ള കഷ്ടപ്പാട്. ഗംഭീരണ, ഇന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. എവിടെയോ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടല്ലേ 2 ദിവസം മുമ്പ് ബാത്റൂമിൽ നിന്ന് കിയാനി 2 കിലോ ഇല്ലേ അതിൽ കുറച്ചേ. അല്ല, സാധാരണ ഞാൻ ഒരു കളി അടിച്ചിട്ടില്ല, അടുത്ത കളി അടിക്കുന്ന ഇതൊന്നും പറ്റിയെന്ന് അറിയില്ല. പക്ഷേ എന്നാലും 2 കളിയും ഡക്ക് ആ സഞ്ജിച്ചക്കനെ കളിപ്പിച്ചാൽ ചെയ്യാനും അത്ര ഓവറാക്കണ്ട കേട്ടാ. നിങ്ങളും പോയിട്ടില്ലേ ഡക്കിന് പേപ്പർ 2 പ്രാവശ്യം? അത് ബാത്റൂമിൽ ഞാൻ കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തതാ. ഔട്ട് നേരെ പറഞ്ഞ അഭിഷേകിന്റെ വിക്കറ്റ് നമുക്ക് കിട്ടണമെന്ന്. ആരുടെ ലൈറ്റ് ഓഫ് ആക്കിയേ ഓണാക്കടാ. ചെറിയൊരു പ്രശ്നം. അഭിഷേകിനെ പഠിച്ചിട്ട് ആ ചങ്ങായിന് എന്നാ വേണ്ടതെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. എന്നാലും എന്റെ സൂര്യാബായി, നിങ്ങൾ ആർക്ക് വിക്കറ്റ് കൊടുത്താലും ആ ചങ്ങായിക്ക് വിക്കറ്റ് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാനതിനെന്ത് ചെയ്യാനാന്ന്? ഓനറിയുന്ന പോലെ ഞാൻ എല്ലാവർക്കും എറിഞ്ഞു കൊടുത്തോണ്ട് അവരെല്ലാരും പഠിച്ച് ഇവനെ അടിക്കുക. അനക്കാരം കുറിഞ്ഞു തന്നിനാ, അതുകൊണ്ട് ഞാൻ ഔട്ടായി. ഔട്ടാ. ശരി, നോട്ട് ഔട്ടാ. അവര് ഈ കള്ളത്തരം പറയുന്നതാടാ. ഞാൻ പിടിക്കുകയും ചെയ്തതിന്, സ്റ്റംപിനെ അടിക്കുകയും ചെയ്തതിന്. സാധാരണ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തയാ. പടച്ച തമ്പുരാനെ, ബൈക്കനെ 2 വിക്കറ്റ് പോയാൽ ഇത് 150 കടക്കുക. പിന്നില്ലേ ഈ ടൂർണമെന്റിൽ 300 റൺ എടുക്കുന്ന ആദ്യത്തെ ടീം ആവുമായിരിക്കും അല്ലേ ഇന്ത്യ നെതർലാൻഡിന്റെ പേരോ? നിന്നോട് ഞാനിപ്പോ നെതർലാൻഡ് കളീന്റെ കാര്യം ചോദിച്ചോ ഹോട്ട്സ്റ്റാറെ? അല്ല ചങ്ങായി, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ട്? ഇത് എല്ലാ കളിയിലും നീ എന്നെ റണ്ണൗട്ട് ആക്കലാന്നല്ലോ. ദുബായ് ബൈ സോറി, ഞാൻ അറിയാണ്ടായിപ്പോയതാ. അതിന് പോയത് പോട്ട് കുറച്ച് അടിച്ചാണല്ലോ റണ്ണാക്ക്. എന്നാലും നീ എല്ലാരോടും കൂടി പറയുന്നതാണ്, കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിൽ കളിച്ച അതേ അഗ്രസീവ് ഇന്റന്റോട് കൂടി ഞാൻ ഇന്നും കളിക്കും. ബുംറേനെല്ലാം കണ്ടം ബോളർ അടിക്കുന്ന പോലെ അടിക്കൂ. നിന്റെ സൈസിന് ബുംറയിൽ അധികമല്ലേ മോനെ? തൽക്കാലം ഞാൻ മതി. എന്നാലും നിങ്ങളെന്നെ ഡക്കിന് ഔട്ടാക്കൂല്ലേ? ഗോൾഡൻ ഡക്ക്. സോറി പാണ്ഡ്യ ഭായ്. 2-3 വിക്കറ്റ് 3-4 ക്യാച്ച് കൊടുത്തിട്ട് ഫോമില് നിക്കുന്ന ഞാൻ അടിച്ച് തെറിപ്പിക്കുമല്ലോ തിനിയോ. ഇങ്ങോട്ടേക്കാന്ന്. സോറി ബുംറ ഭായ്, എനിക്ക് നിന്നെ അല്ലേനും മറ്റോനെയാനും വേണ്ടേ. നീ ബാ. അണ്ണാ എം പേര് ബാബർസം. പക്ഷെ കറാച്ചിയിൽ എനിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, കിങ്. അതെ അല്ലേ സഞ്ജു മോനെ? ആ പാട്ടൊന്ന് വേണ്ടിയാ? പട്ടേൽ. സോറി പട്ടേൽ ഭായ്, നിന്നോടല്ലോ സിംബാബ്വെ ചോദിക്കോളാം. കോഹ്ലി കളിച്ച പോലെ ഇന്നിങ്സ് ഞാൻ കളിക്കാറല്ലേ. സഞ്ജു മോനെ ആ പാട്ട് ഒന്നും കൂടി പാടിയാ? പട്ടേൽ. സോറി പട്ടേൽ ഭായ്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത് അടിച്ചു തോപ്പിക്കും, ഫസ്റ്റ് ബോൾ ചെയ്ത് എറിഞ്ഞു തോപ്പിക്കും. നമ്മളെന്നാളെ ചെണ്ടയാ. പാകിസ്ഥാൻ തോറ്റിട്ടുണ്ട് പലരോടും പലവട്ടം. വെറുതെ പോയി അങ്ങോട്ടേക്ക് മാന്തിയിട്ട് ഇങ്ങോട്ടേക്ക് നല്ല കീറ് തന്നു വിട്ട് ഇന്ത്യൻ ആർമി നമ്മളെ തോപ്പിച്ചു. വെറുതെ കറാച്ചിയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി നാണം കെടുത്തി വിട്ടിട്ട് ഓസ്ട്രേലിയൻ ടീം നമ്മളെ തോപ്പിച്ചു. കോഹ്ലിയുള്ള സമയത്ത് നമ്മളെ ബയ്യനെ നടന്ന് തോപ്പിച്ചു. ഇപ്പൊ ഇതാ പിന്നെയും തോൽവികളേറ്റ് വാങ്ങാൻ ഈ പാകിസ്ഥാൻ ടീമിന്റെ ജീവിതം പിന്നെയും ബാക്കി. നോക്കിക്കാ, കറാച്ചിയിൽ എങ്ങനെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടോ? എന്ന ഒരു ഡയലോഗും കൂടി ഉണ്ട്. കറാച്ചിയിൽ കഷ്ടപ്പെട്ട് ഇന്ത്യന്റെ ഒപ്പമുള്ള കളി നമ്മളെ ജയിക്കുന്നെന്ന് പറഞ്ഞ പരത്തിയ ടൈമിൽ ലൈവ് ടെലികാസ്റ്റ് കൊണ്ടുവന്നിട്ട് മീഡിയക്കാർ നമ്മളെ തോപ്പിച്ചു. പിന്നെയും ബാക്കി. സഞ്ജുവേട്ട, ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ചെറിയ പ്രശ്നങ്ങളില്ല, എനിക്ക് വലിയ പ്രശ്നമാടാ. ഇന്നലെ വെള്ളം കൊണ്ടുപോയ ഫ്ലാസ്ക് കാണുന്നില്ല. ഇത് നമുക്ക് രണ്ടാൾക്കുള്ള പ്രശ്നമാണ്. നമ്മൾ ഇന്നലെ കൊടുത്ത റീസൺ റിജക്റ്റ് ആയി. അതിലെന്നാ പ്രശ്നം? എല്ലാം പെർഫെക്റ്റ് അല്ലേനോ? ആ ഈശാൻ 77 റണ്ണ് ഡബിൾ റീസൺ. പിന്നെന്താ പ്രശ്നം എന്നാ ഇപ്പവും പറയുന്നത്? ഇത് തലക്കുള്ള റീസൺ അല്ല, ഓൻ ഗില്ലിന് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുത്തിയാണെന്ന്. ജേഴ്സി 77. ഈ മോനെയും വിളിച്ചിട്ട് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ അല്ലേ അവൻ? അങ്ങോട്ട് മാറി നിൽക്കടാ സഞ്ജോട്ടാ. ചോയ്ക്ക്, ബിഗ് വെച്ചിട്ട് മാറി നിന്നാ മനസ്സിലാവില്ല എന്നോ എന്റെ വിചാരം? കിഷ, നീ എൻ്റെ ഓപ്പണിംഗ് സ്പോട്ട് എടുത്ത് ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. നീ എൻ്റെ വിക്കറ്റ് കീപ്പിംഗ് പൊസിഷൻ എടുത്ത് ഞാൻ എൻ്റെ ഗ്ലൗസ് എനിക്ക് ഊരിത്തന്ന്. പക്ഷെ നീ എൻ്റെ തങ്കക്കുടത്തിൻ്റെ റീസണിൽ കൈവച്ചാലുണ്ടല്ലോ, ആ തങ്കക്കുടത്ത് തലക്കടിക്കുന്നേ. ഓ അടി പിന്നെയും. വെയിറ്റ് എ മിനിറ്റ്.
ഓ ആറിയൂ സഞ്ജുവേട്ടൻ, ഞാൻ കിഷനല്ല, ഹനുമാൻ കൈൻഡാന്ന്. എന്നിട്ട് വാലൊന്നും കാണുന്നില്ലല്ലോ, ലങ്ക കത്തിക്കാൻ വന്നെയാന്നോ പിന്നെയോ? മുഖം ഇങ്ങനെയൊക്കെ കാണിച്ചേട്ടെ. ചേട്ടാ ഞാൻ പാട്ടുകാരാ ഹനുമാൻ കൈൻഡാന്ന്. ഇത് എന്തൊരു കഷ്ടാണ് ഇത്. നീ വേറൊരു പിച്ച് കൊണ്ടുവന്ന് വേറെ തന്നെ കളിക്കുമല്ലടാന്ന് ചോദിച്ചിട്ട് കുറച്ച് മുന്നേ പാകിസ്ഥാൻ്റെ കുറച്ചെണ്ണം പിടിച്ചുകൊണ്ടുപോയി. അത് കഴിഞ്ഞ് വന്നേരം നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് സൗത്ത് ആഫ്രിക്കേൻ്റെ കുറച്ചെണ്ണം പിടിച്ചുകൊണ്ടുപോയി. ഡയറക്ടർ ചിദംബരല്ലേ? ഞാനും കുറച്ച് സ്ക്രിപ്റ്റിൽ എഴുതലുണ്ട്. ഈ മഞ്ഞുമൽ ബോയ്സിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവുക? ആ ഏട്ടാ ഉണ്ടാവും. ഞാൻ അവരെ ഒന്നും കൂടി വിട്ടിട്ടുണ്ട്. കുയിലുവേ ഒരു കുയി ചൈൻ്റെ അകത്ത് കിടന്നാലോ എന്നാലിക്കുന്ന നാണക്കേട്. ഇന്ത്യൻ്റെ പേരും തോറ്റോണ്ടാ അതിലെന്ന് ഇത്ര നാണക്കേട്. അതിപ്പോൾ സ്ഥിരമായില്ലേ. ഇത് ബംഗ്ലാദേശ് ഒരു കത്തയച്ചിട്ടുണ്ട്, അതും ഇംഗ്ലീഷിൽ. ഐറ്റിങ്ങളെങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചേ? നാണക്കേട്. ഇങ്ങോട്ടാ ഞാൻ വായിക്കാം. അയ്യേ ഇത് ഇംഗ്ലീഷാണല്ലോ. ഉസ്മാനക്ക ഒന്ന് വായിച്ച. വായിച്ച് ചങ്ങായി നീ ബോൾ ചെയ്യലല്ല അരമണിക്കൂർ ഇങ്ങനെ കാത്തെത്തിപ്പിക്കാൻ. നീ എന്ന് എഴുതിയെന്ന് വായിച്ചാട്ടെ. അത് ഒന്നുമില്ല, നിങ്ങളോടെല്ലാം ആദ്യം പറഞ്ഞല്ലേ കളിക്കാൻ പോകണ്ടെന്ന്. ഇരുന്നല്ലാണോ USA നമീബിയ ഇന്ത്യൻ്റെ ഒപ്പം കളിച്ചെന്നാണോ ഉണ്ടോ നിങ്ങൾക്ക്? അവരെയും കുറ്റം പറയാൻ പറ്റൂല. എന്തെല്ലാം ബഹളയിലൂടെ കളിക്ക് മുന്നേ തള്ളി മറിക്കുന്നു, 6 സ്പിന്നർമാരെ കൊണ്ട് എറിയിക്കുന്നു. എന്നിട്ട് എന്തായി തിരിച്ചവരാ റിങ്കുവിനെയും തിലകിനെയും കൊണ്ടുവരെ എറിയിപ്പിച്ചില്ലേ? കുറച്ചും കൂടി ഓവർ ഉണ്ടെങ്കിൽ അവരെ ഹനുമാൻ അവരെ വിളിച്ചെറിയിപ്പിക്കുമല്ലോ. ഒരു സമയം ഞാൻ പേടിച്ചു പോയി, ആ സൂര്യങ്ങാനം എൻ്റെ ആക്ഷൻ ഇട്ട് വന്ന് എറിഞ്ഞു കളയുമെന്ന്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കഴിയാണ്ടിക്ക്. ഞാനൊരു ഡോക്യുമെൻ്ററി കൂടി ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു. നല്ല എന്തെങ്കിലും പേരുണ്ടോ? അടിതാ നമ്മൾ ജയിച്ചതിൽ തന്നെയുണ്ട് 2 175-7. ഒരു മിനിറ്റ് ഹനുമാനെ ആ പാട്ടിട്ടാ. അതല്ലടാ മറ്റേത്. ഇതാ അപ്പം അവിടെ 2 ആയില്ലേ. പിന്നെ നമ്മൾ ജയിച്ചത് 61 റണ്ണിന് 6+1. ഏത്? പിന്നെ ഞാൻ പേഴ്സണലി 2 സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആ ബാബർ 7 ബോളാണ് കളിച്ചത്, അത് കൂട്ടിയാലോ? അത് വേണ്ട, അത്ര തരംതാണ് റീസൺ വേണ്ട. HNUMAN രോഹിത് ഭായി, അന്യ സൂര്യൻ പാണ്ഡ്യയും കൂടി കലമ്പി. എന്തിനാ എൻ്റെ മോനെ അവർ കലമ്പിയേ? ഒരു നിസാര ക്യാച്ച് വിട്ടത് 6 ആയിപ്പോയി എന്നുള്ള കാരണം കൊണ്ട്. നിനക്ക് ഗാർഡൻ മേ ഭൂമിക്കഴിഞ്ഞ് മതിയായിട്ടടാ, പോയി ബിൽഡിംഗ് പ്രാക്ടീസ് ചെയ്യടാ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിംബാബ്വെ സ്റ്റൈല് കങ്കാരു ഫ്രൈ ആണ്. ആദ്യം കുറച്ച് ആക്ടിങ് എല്ലാം വേണം. ഒന്ന് ബോട്ടം ടേബിൾ ആയാലല്ലേ പിന്നെ കപ്പടിക്കുമ്പോൾ ഒരു പഞ്ചുള്ളൂ. ഏത്? അപ്പം നമ്മുടെ സിംബാബ്വെ സ്റ്റൈൽ കങ്കാരു ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ സാൻഡ് പേപ്പറും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. മൈറ്റി, നമ്മൾ നേരത്തെ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല കേട്ടോ ആക്ടിങ് വേണമെന്ന്. ഇനി ആക്ടിങ് എല്ലാം നിർത്താം. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ശ്രീലങ്കൻ കങ്കാരു കൊണ്ടാട്ടാണ്. മൈറ്റി പുറത്താവാനായടാ, ആക്ടിങ് നിർത്തടാ, കളി ജയിക്കടാ. അപ്പൊ ഇതിനു വേണ്ടിട്ട് നമുക്ക് വേണ്ടത് 11 മൈറ്റി കങ്കാരുക്കൾ തോലോട് കൂടിയതാണ്. സ്മിത്ത് എണ്ണം വന്ന് ഇപ്പൊ കിട്ടൂടാ, ഇപ്പം ജയിക്കും. ദൂരെ നിന്ന് കളി കാണാൻ കണ്ണ് പിടിക്കുന്നില്ല. മറ്റേ ചന്ദ്രപ്പൂഴിന്റെ സെല്ലോ ടാപ്പ് ഉണ്ട്, അവിടെ ഒട്ടിക്കെ നല്ലോണം കാണുന്നു. ഈ തോല് നമ്മൾ നല്ല സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുന്നത് വരെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഈ സാൻഡ് പേപ്പറോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതെല്ലാത്തിനും കാരണം ഇയാൾ ഒറ്റ വ്യക്തനാണ്. ഞാനെന്ത് ചെയ്ത് ആ പാവൻ രോഹിത്തേട്ടൻ, എൻ്റെ സ്വന്തം രോഹിത്തേട്ടനെ കരിയിച്ചിട്ട് ഞാൻ കൊണ്ടുത്തുന്ന ആ കപ്പിൽ കാലുമ കാലിയേറ്റ് വെച്ചിട്ട് നീ ഇരുന്നില്ലേ, അതിന്റെ ശാപമാണ് നമുക്ക്. അതെല്ലാം വെറുതെ പറയുന്നയാടാ ആയിരിക്കൂലേ? വെറുതെ ഒന്നല്ല. മോൻ കാലിയേറ്റ് വെച്ചതിന് ശേഷം T20 വേൾഡ് കപ്പ് തോറ്റി, ചാമ്പ്യൻസ് ട്രോഫി തോറ്റി, WTC ഫൈനലിൽ തോറ്റി. ഇപ്പൊ ഇത് അടുത്തത് തോറ്റ് പുറത്താവാനും നിൽക്കുന്നു. ഇവിടെ നമുക്ക് മറ്റേ ഡയലോഗ് പറഞ്ഞാലോ, T20 ഈസ് നോട്ട് റിയൽ ക്രിക്കറ്റ്. ഇല്ലേ മറ്റേതെടുക്കാം, ബോട്ടം ടേബിളിലുള്ള ഓസ്ട്രേലിയനെ ഭയക്കണം. പറഞ്ഞു. സിംബാബ്വെ ജയിക്കുന്നവരല്ലേ പറയണ്ടു. ഗംഭീരണ അഭിഷേകിന് ഹാട്രിക്ക്. അയ്യോ അല്ലെങ്കിൽ നമ്മളല്ലേനോ ഫസ്റ്റ് ബാറ്റി. ഹാട്രിക്ക് ഡക്ക് 3 കളിയിലും ഡക്കായി വേൾഡ് കപ്പില്. എക്സ്ക്യൂസ് മീ, എൻ്റെ ജേഴ്സി കണ്ടിന് ആരെങ്കിലും? DSPന്റെ ജേഴ്സി എന്നെ മോഷ്ടിക്കാനായിരിക്കും ധൈര്യം വന്നേ. അത് അഭിഷേക് ഇട്ടിട്ട് പോകുന്ന കണ്ടിന്. നീ ശ്രദ്ധയില്ല ചെക്കൻ പേടിച്ചു തോന്നുന്നു. എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അതാ പോയ പോലെ തിരിച്ചു വരുന്നുണ്ട്. കൊണ്ടുതരുമ്പോൾ ജേഴ്സിന്റെ ഒപ്പം ഒരു 3-4 മുട്ടയും കൂടി ചോദിച്ചോ പലിശയായിട്ട്. പൊരിഞ്ഞ പോരാട്ടേനും ഗംഭീരണ. കുണുക്കിട്ട കോഴി കുളക്കോഴി. ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട പുറത്തുനിന്ന് കൊണ്ടുവരണ്ടെന്ന് വിളിച്ച് പറയട്ടെ ഗംഭീർണ. 0 കണ്ടുപിടിച്ചത് ആരാടാ? ആര്യഭട്ടനല്ലേ? ഇങ്ങനെ പോയാൽ ഇനി വരുന്ന പിള്ളേർ അഭിഷേക് ശർമ്മയാന്ന് എഴുതി വെക്കും. ഇങ്ങനെയുണ്ട് ഒരു ഡക്കാവില്. ഗംഭീർണ ഇപ്പോൾ ഉള്ളത് നോക്കണ്ട, സൂപ്പർ 8 ഞാൻ പൊളിക്കൂലേ. അതാകുമ്പോ അതിൽ തന്നെ 2-0 ഉണ്ടല്ലോ അല്ലേ സൂപ്പർ 8. ഞാൻ കഴിഞ്ഞ T20 വേൾഡ് കപ്പിലെ കോഹ്ലിനെ പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ആദ്യം ഒന്നും കളിക്കൂല, പക്ഷെ ഫൈനലിൽ നല്ലോണം കളിക്കും. കളിക്കും. ഇങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും 2 ടീം കളിക്കും ഫൈനലിൽ. ഞാൻ ഒന്ന് യുവരാജ് ബാജിന്റെ അടുത്തേക്ക് പോയിട്ട് വരാം. എന്തിനൂറ് ചട്ടുകെടുത്ത് അടിക്കാൻ തന്നെ. എന്നാ പിന്നെ തലേന്റെ ഫാം ഹൗസ് പോയിട്ട് വരാം. എന്തിന്? ആടത്തെ കോഴികൾ ഓൾറെഡി മുട്ടയിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം. സഞ്ജു ഏട്ടാ ഞാൻ പോക്കാം ഗംഭീർണ, വെള്ളം കൊടുക്കാനുണ്ട്. സൂര്യബൈക്ക് കൊടുക്കാൻ 2 മുട്ടയുണ്ടോ കൈമില്?
ഈ ഹോട്ട്സ്റ്റാറുകാരോട് ദിവസവും എൻ്റെ ഫോട്ടോ വെച്ചിട്ട് 300 ചോദിക്കാൻ നിർത്താൻ പറയാൻ പറ്റും നിങ്ങൾക്ക് വെറുതെ മനുഷ്യണ്ടാക്കാമെന്ന്. ഇതിലേക്ക് മോനെ ഞാനൊരു സിംഗിൾ ഇട്ട് നിനക്ക് സ്ട്രൈക്ക് അങ്ങ് തരാം, നീ 6 അടിച്ച് കളിച്ചോ. അത് വേണ്ട, ഞാൻ സിംഗിൾ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാം, നിങ്ങൾ അടിച്ച് കളിച്ചോ. അത് പറ്റൂല, ഞാൻ ക്യാപ്റ്റനല്ല, ഞാൻ ലാസ്റ്റ് വരെ നിൽക്കണം, അടിച്ച് വരുത്തിക്കോ. അതല്ലേ പറയുന്നത്, നിങ്ങളല്ല ഇപ്പോൾ വലിയ ക്യാപ്റ്റൻ, നിങ്ങൾ അടിച്ച് കളിക്കുക, ഞാൻ ആങ്കറിങ് ചെയ്യാൻ വന്നേ. ആങ്കറിങ് ബുമ്മറൻ്റെ റോള് ചെയ്തോളൂ, നീ അടിച്ച് കളിക്കടാ. രണ്ടും മാറി നിന്നാട്ടെ, ഞാൻ അടിച്ചു കളിച്ചോളൂ. ആ ബാറ്റും കൊടുത്ത് റിങ്കുവിനെ ഇങ്ങോട്ടേക്ക് വിടാണ്ടെന്നാൽ മതി. കണ്ടുപടിയാൻ നെതർലാൻഡിനെല്ലാം ബാക്കിയുള്ള 3 ടീമും ഇന്ത്യൻ്റെ അപ്പുറം മര്യാദ കളിച്ച് കാവടി തുള്ളി പോയമാർ മാത്രം കൊട്ടക്കണക്കിന് റണ്ണിന് തോറ്റിട്ട് വന്നിന്. നമീബിയൻ്റെ ഒപ്പരുള്ള കളിയിലും എനിക്ക് 5 വിക്കറ്റ് എടുക്കാനും അന്നും എനിക്ക് 4 ഓവർ തന്നിട്ടില്ല. ഇപ്പം കഴിഞ്ഞ കളിയിലും എനിക്ക് 5 വിക്കറ്റ് എടുക്കാനും അന്നും എനിക്ക് ഫുൾ ഓവർ തന്നിട്ടില്ല. ഒരു കളിയിലും എനിക്ക് 4 ഓവർ തന്നിട്ടില്ല. ഞാൻ ടോപ്പ് വിക്കറ്റ് ടേക്കറാകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. വരുൺമോനെ ഐ ക്യാൻ എക്സ്പ്ലെയിൻ. സഞ്ജുമോനെ അഭിഷേക് ഇങ്ങനെ ഫോം ഔട്ടാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? അതിപ്പോൾ ഇത്ര നോക്കാനൊന്നും ആ പുതിയ ഓപ്പണർ ഇറക്കേണ്ടി വരും. സൂപ്പർ 8-ൽ ഒരാളുണ്ട് നല്ലൊരു ഓപ്പണർ, പേര് പറയൂല, ക്ലൂ തരാം. രാജസ്ഥാനിൽ കളിക്കും എന്നല്ല, കളിച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ ചെന്നൈ പോയത് അറിഞ്ഞിട്ടില്ല, ഇയാൾ പറയാൻ നിൽക്കണ്ട. പേരിലൊരു ജെ ഉണ്ട്. അതുണ്ട്. ഹലോ, ഇനി നമുക്ക് ജയ്സ്വാലിനെ സ്ക്വാഡിലെടുത്ത് കളിപ്പിക്കാനാവുക? പുല്ല്, ഞാൻ പോകുന്ന എനക്ക് വേറെ പണിയുണ്ട്. നിന്റെ ഈ റീസൺ കൊടുക്കലല്ലോ നിർത്തണം സഞ്ജു. അതൊന്നും അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ഗംഭീരണ, കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കളിയിൽ റീസൺ കൊടുക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. ഈ സഞ്ജു സാംസൺ റീസൺ കൊടുക്കാൻ തുടങ്ങിയിട്ട് കളി കുറേയായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗംഭീരണനോടായാലും അങ്ങനെ തന്നെ. ഗംഭീരണം വേണ്ടിക്ക് സമയം കുറിച്ചിട്ടോ. നമ്മളെ സൂപ്പർ 8 മാച്ച് തുടങ്ങുന്ന കൃത്യം 7 മണി തൊട്ട് ഈ സഞ്ജുവിൻ്റെ റീസൺ ഇവിടുന്ന് ചപ്പോക്കിലേക്കും അവിടുന്ന് ഫാം ഹൗസിലേക്കും എത്തും. 7 മണി അവിടെ റീസൺ നമ്മളറിഞ്ഞാട്ടോ. പിന്നെ ഓക്കെ മക്കളെ, നിങ്ങളത്ര കളിക്കാൻ പറ്റിയാൽ നമ്മള് വലിയൊരു ഭാഗ്യമായിട്ടാ കണക്കാക്കുന്നു. അതെയല്ലേ എല്ലാരും പറയലുണ്ട്. കപ്പ നിങ്ങൾ തന്നെ അടിക്കുന്നത് നമുക്ക് 100% ഉറപ്പാണ്. പിള്ളേരെ ഒരു കാര്യം. എന്നാ പിന്നെ ഓൾ ദ ബെസ്റ്റ്. എന്നാലും ഓസ്ട്രേലിയനെ പോലത്തെ ഒരു ടീമിന് പകരം നമ്മൾ സൂപ്പർ 8-ൽ കയറണ്ടേനു. മോശമായിപ്പോയി. വെറുതെ തോപ്പിച്ച ഓസ്ട്രേലിയന് ഒരു കാര്യമില്ലേനു, പാവങ്ങൾ. ഇനി ICCനോട് പറഞ്ഞിട്ട് നമുക്ക് പകരം സൂപ്പർ 8-ൽ കയറ്റാൻ പറ്റുമോ? എന്നാ പിന്നെ ഇന്ന് തന്നെ നമുക്ക് പോയിട്ട് ICCനോട് പറഞ്ഞാളിയാ, നമുക്ക് പകരം അവര് കളിച്ചോട്ടെ. പൊന്നു മാറ്റി പുറത്തായില്ലേ, ഒന്ന് പോയിക്കൂടെ? എന്നാ പിന്നെ നമ്മള് പോക്കാം. ഇനിയും നിന്ന് മൈറ്റി ഓസീസ് കരയുന്നത് വേൾഡ് കപ്പ് കാണേണ്ടി വരും. അത് നമുക്ക് നല്ല കാഴ്ചയല്ല. പോട്ടെ. അല്ല, നിങ്ങളെ ക്യാപ്റ്റൻ കൊടുത്തു? നമ്മളെ ക്യാപ്റ്റൻ ദൃശ്യന്ത്രയിൽ അഭിനയിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അല്ല, ഇതിനകത്തുന്ന ഈല് പകുതിയും മറ്റേ സ്മിത്തിന്റെ കണ്ണിന് വെക്കേണ്ട ഇൻസുലേഷൻ ഉണ്ടായപ്പോ എന്തിനാകുമ്പോ ഇത്ര പാട് കെട്ടിക്കൊണ്ടെന്ന്? ധൈര്യം ഉണ്ടെങ്കിൽ നീയെല്ലാം നമ്മളെ ഫുട്ബോൾ കളിക്കാൻ പാടാ, അന്നേരം കാണിച്ചരാ. അല്ലടാ, എന്താ അക്ക സോട്ടൂന്ന് വരെ കാര്യം മനസ്സിലായി. സ്കോട്ട്ലൻഡ് ബാ പോവാ. നമ്മളെ പുറത്തായിട്ടുള്ളൂ, നമ്മളെ ഏട്ടന്മാർ ഇപ്പൊ ഉണ്ട് കളിക്കേ. ഇന്ത്യ. കാനഡയിലുണ്ട് ഇന്ത്യക്കാർ. യെസ്, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. എന്നാൽ ഇവരെ ബാറ്റിംഗിൽ ഇത്ര റീസൺ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാ സഞ്ജു കൈമലി, ഇത് കുറച്ച് റീസണുകളാ സാറേ. റീസണോ? DSP പോയി തപ്പടോ. ഇത് റീസണോ സാറേ? ഇതും റീസണോ സാറേ? ഇതിൽ മൊത്തം റീസണുകളാ സാറേ. പറയുന്ന DSPക്ക് ഒരു റീസൺ കൊടുക്കട്ടെ സാറേ. ഓന്റെ റീസൺ നിന്നുണ്ടല്ലോ. കൈയെടുക്ക സാറേ. സൗത്ത് ആഫ്രിക്കന്റെ ബാറ്റിംഗിൽ റീസൺ കൊടുക്കുന്നില്ല, എന്റെ മെക്കിട്ടങ്ങാൻ കേറിയാലുണ്ടല്ലോ. എന്നാ ഇവിടെ പ്രശ്നം? റീസൺ അല്ല, നീ എന്നാ എനിക്ക് ബാറ്റ് ചെയ്യണ്ടേ? പോയി ബാറ്റ് ചെയ്യടാ. ഞാനൊന്നും അഭിഷേക് ശർമ്മ ഗംഭീരണ്ണോ തിലകിങ്ങെത്തി. ഞാൻ മുട്ടി ബോൾ കളിയുന്നല്ലേ നിങ്ങളെ പ്രശ്നേനു. ഇന്ന് ബോൾ കളിഞ്ഞിട്ടില്ല. ഹാപ്പി ഗംഭീരണ്ണ. യുവരാജ് പാജിയെ വിളിച്ചു പറ അഭിഷേക് ശർമ്മ ഇന്ന് റൺസ് എടുത്തെന്ന്. ആണോ? കാണടാ സഞ്ജു, എത്ര റൺസ് എടുത്തു പോയേ? കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് വേണ്ട. ഫ്ലാസ്കിലെ പനി, സഞ്ജുവിന്റെ ഫ്ലാസ്കിലെ പനി. ടീമിന്റെ എന്നെ തോപ്പിക്കല്ലേ, നമ്മൾ പെമ്പിളറിയും തോപ്പിക്കല്ലേ. എന്നാടാ ആടി ഒരു ഒച്ചപ്പാട്. പ്രസന്റ് സാർ പോയാ ഇങ്ങട് വാടാ. വരൂ, ഇവിടെ വരൂ. മോനല്ലേ 4 ഓവർ തന്നിട്ടില്ല സങ്കടം എറിഞ്ഞു, ധാരാളമായി എറിഞ്ഞു. 2-3 വിക്കറ്റ് കിട്ടിയാൽ എനിക്ക് 4ാമത്തെ ഓവർ തന്നിട്ടില്ല. ഇപ്പൊ ചെണ്ടനെ പോലെ അടി കിട്ടിയാൽ എനിക്ക് 4ാമത്തെ ഓവറിന് നന്ദിയുണ്ട്. ഫോളോ ചെയ്താൽ നന്ദിയുണ്ട്. ആദ്യം ഇങ്ങനെ 2 ആളും അടിച്ചില്ല, പിന്നെ അറിഞ്ഞവനും അടിച്ചില്ല, പിന്നെ അറിഞ്ഞവനും അടിച്ചില്ല, പിന്നെ അറിഞ്ഞവനും അടിച്ചില്ല. ബാറ്റിങ്ങിന് ഇറങ്ങാൻ വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ മനസ്സിലായടാ? ഇപ്പുറത്ത് പിടിച്ച് ഇപ്പുറത്തെറിഞ്ഞ് ഇപ്പുറത്ത് പിടിച്ച് ഔട്ടാകുമ്പോൾ വിഷമോ? അതിന് അല്ലല്ലോ അങ്ങനെ ഔട്ടാക്കിനി.
എന്നാലും എനിക്ക് വിഷമായിട്ടില്ലേ? അതുണ്ട്. ആ പ്രതികാരം. എന്നാലും വല്ലാത്ത നാണക്കടയിപ്പോയി. അല്ല, ഇത് നാളെ സൗത്ത് ആഫ്രിക്ക ജയിച്ചിട്ട് ആടൊരു മഞ്ഞ ജേഴ്സി ഇട്ട ചങ്ങായി കരയുന്നു. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഫാനാണ്. കളി എങ്ങനെയാവും നമ്മൾ ഈക്കുക? ഇവിടെ ഉള്ളിൽ തന്നെ ഒരുത്തന്റെ ആഗ്രഹം നമ്മൾ ഇന്നലെ തോക്കണം എന്നല്ലേനുവാ. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. നീ ഇറങ്ങി വാടാത്തോരപ്പാ. കുറച്ച് വെള്ളം എടുക്കട്ടെ. എത്ര വെള്ളി കാശിനാടാ നീ നമ്മളെ ടീമിന് ഇന്നലെ ഒറ്റിക്കൊടുത്തേ? എന്നല്ലേ സ്വന്തം ടീം നോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാന്നെല്ലാം പറഞ്ഞാല് ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യന്മാർ? യുവരാജ് ബാജി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 12 ഗോളിൽ 15 എടുത്തിട്ടുണ്ട്. എടാ ഭീകര, എന്റെ ട്വീറ്റ് നീ സീരിയസ് ആയിട്ട് എടുത്തല്ലേ? നിങ്ങൾ ചൂടാവുന്നില്ലേ? ഫാസ്റ്റസ്റ്റ് 50 അടിച്ചാല് ഞാൻ എന്തിനാടാ നിന്നെ കലമ്പുന്നേ? 50 അല്ല 15 ആണ്. 15. ശരി, ജേഴ്സി അയച്ചിട്ട് ആ സഞ്ജു ചെക്കന് കൊണ്ട് കൊടുക്കടാ. ചെക്കന്റെ വേർപ്പുള്ള കുപ്പായെന്ന് മാറ്റിയിട്ടാ. എങ്ങനെയാ നിന്റെ ജേഴ്സിന്റെ അടിക്ക് ഇല്ലല്ലോ അല്ലേ? സഞ്ജുവിന് ഓപ്പണിംഗ് ഇറക്കുമോ ഈ കളി? സഞ്ജുവിനോ ഓപ്പണിങ്ങിനോ? ആയിരിക്കും അഭിഷേകിന് വരോ? അപ്പൊ 1 ഡൗൺ ഇറക്കാൻ ചാൻസ് ഉണ്ടോ? സഞ്ജുവിനെയോ? വണ്ടവണോ? ആയിരിക്കും തിലകിന് വരോ? ഇപ്പൊ എന്തായി, ഹാപ്പി ആയില്ലേ? ചിരി കുറച്ച് കൂടിപ്പോയിനല്ലേ നേരത്തെ? വല്ലാണ്ട്. ദൈവത്തിന്റെ പോരാളികൾ സൂപ്പർ 8 തോറ്റുകൊണ്ട് തുടങ്ങുന്നത് എന്തിനാന്നറിയില്ലേ? അഹന്ത ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ അഹന്തയിലൊക്കെ റൺ റേറ്റും സെമി ചാൻസും ഇല്ലാണ്ടായില്ലേ? എന്നാലും കോഹ്ലി ഡയലോഗ് പറയുമ്പോ ഭയങ്കര മാസേനല്ലോ. എനിക്കെന്താ പറ്റി? കോഹ്ലി പറഞ്ഞത് രോഹിത്തിനെ പറ്റി, നിങ്ങള് പറഞ്ഞത് കൊറേ നാൾ കൊണ്ട് 300 നമ്മളൊപ്പരം കളി വന്നേരം കപ്പ് കേക്കിന് വരച്ചു. കപ്പ് കേക്ക് നിന്റെ അമ്മ തോപ്പിക്കുന്നു. കുറച്ച് കപ്പ് കേക്ക് കേട്ടാ. കോഹ്ലി റിട്ടയർ ആയാൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇതേപോലെ ഹൈ പ്രഷർ ചേസ് എല്ലാം വന്ന ആരാന്ന് കളി ജയിപ്പിക്കും. ഇപ്പൊ ആ സംശയം മാറിക്കിട്ടി. എങ്ങനെ? ആരാ ജയിപ്പിക്കുക? ആരും ജയിപ്പിക്കൂല. ഓ ഓക്കെ. ഇനിയിപ്പൊ നമ്മളെന്നാ ചെയ്യാ? കുറച്ച് ടാക്ടിക്സ് വരട്ടെ. നമ്മളെ ബോളിംഗ് ഭയങ്കര ഷോക്കാണ്. ആകെ വരുണ് ഫോമില്ലെങ്കിൽ നമ്മളെ ബോളിംഗ് തെച്ചും പോയി. നമ്മളെ ടീം മൊത്തം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ആകെ 4 ഹർദിക്ക് മാത്രമേ ഉള്ളൂ റൈറ്റ്. എതിർ ടീം ഓഫ് സ്പിന്നിട്ട് കളിക്കുന്നതാണെന്ന് നിങ്ങള്. ലെഫ്റ്റ് ഹാൻഡേഴ്സ് നമുക്ക് കുറച്ചും കൂടി ലെഫ്റ്റ് ഹാൻഡേഴ്സിന് ഇറക്കണം. നമുക്ക് ആ റിങ്കുവിനെയും കൂടി ടോപ്പ് ഓർഡറിലേക്ക് എടുക്കാം. എന്നിട്ടില്ലേ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ട് ഞാൻ ഓപ്പണിങ്ങിന് ഇറങ്ങാം. ഇന്ത്യൻ ടീമിൽ 2 കീപ്പേഴ്സ് ആണ്. രണ്ടാമനോമന സഞ്ജു ആണ്. വെള്ളം കൊടുത്തു നടന്ന സഞ്ജു, ചെപ്പോക്ക് സഞ്ജു എന്ന് പേര് വന്ന്. വെള്ളം കൊടുത്താൽ എങ്ങനെയാ ചെപ്പോക്ക് സഞ്ജു എന്ന് പേര് വരുക? നിങ്ങൾ ഇക്കാണുന്ന മരങ്ങളെല്ലാം കാണുന്നുണ്ടോ? ഉണ്ട്. ഇത് നമ്മളെ ചെന്നൈ ടീം കഴിഞ്ഞ IPL വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ്. വെള്ളം കിട്ടണ്ടെങ്കിൽ മരങ്ങൾ വേണ്ടേ? വേണം. നിങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടെങ്കിൽ ഞാൻ വേണ്ടേ? അത് വേണോ? അപ്പൊ എല്ലാം കൂട്ടി വായിച്ചാൽ ഉത്തരം കിട്ടും. മുട്ട വേണോ? മുട്ട വേണ്ട. ഇപ്പൊ ആവശ്യത്തിന് അഭിഷേകം തരുന്നുണ്ട്. കൂടുതൽ കിഷനും തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മുട്ടയിട്ട റെക്കോർഡ് നമ്മളെ ബാറ്റ്സ്മാൻമാർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഗംഭീരന്റെ ഐശ്വര്യം. അത് വിട് മോനെ, വീടില്ല അന്വേഷിച്ചറിയാ. എന്നാ അതായിരിക്കുന്നുണ്ടോ? അതല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കലേന്നു. ഈ ചെപ്പോക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആര്യാ? തലേന പൊട്ടുവെച്ച തങ്കക്കുടത്തിനാ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അവര് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സഞ്ജു മോനല്ലേ? ആണല്ലേ? എന്നാ നാളെ ഇടക്കിടക്ക് വെള്ളം കൊടുക്കാൻ പോവാ. ഞാൻ കീപ്പിംഗ് ഗ്ലൗസ് എല്ലാം ഒന്ന് എടുത്തിട്ടെ, അണ്ണൻ നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. കീപ്പിംഗ് ഗ്ലൗസ് ഇട്ടാ മര്യാദക്ക് വെള്ളം കൊടുക്കാനാവില്ലാന്ന് പറഞ്ഞൂലേ? എന്റെ പൊന്നു സഞ്ജു, നീ വെള്ളടിക്കാര്യങ്ങ് വിട്. ചിലപ്പോ നീ ബാറ്റ് ഇറങ്ങേണ്ടി വരും. ഇങ്ങനെയല്ലല്ലോ ക്യാപ്റ്റൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ. അഭിഷേകിന് വരുമോ, തിലകിന് വരുമോ, ഇങ്ങനെയല്ലേ? അതെനിക്ക് ചെറിയ തെറ്റുപറ്റി പോയതാ. നീ ക്ഷമിക്ക്. സിംബാബ്വേന്റെ ഒപ്പം സഞ്ജു എന്തായാലും കളിച്ചോ. തോറ്റാലും സാരല്ല, മോൻ ഇറങ്ങിക്കോ. അമ്പട പുളുസു എന്തായാലും പുറത്താവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തോറ്റു കഴിഞ്ഞാൽ എല്ലാം കൂടി എന്റെ തലയിലിടാം. മേലാടെ നിങ്ങക്ക് എന്റെ തല. അയ്യോ അല്ലല്ല, നല്ല റണ്ണിന് ജയിച്ചാൽ നമ്മളെ റൺ റേറ്റ് പോസിറ്റീവ് ആവും. എത്ര റണ്ണിന് ജയിക്കണം? അത് നീ പറ. 77 റണ്ണിന് ജയിച്ചാൽ പോസിറ്റീവ് ആവും. പക്ഷെ അത് മാത്രം പോരല്ലോ, സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോപ്പിക്കണ്ടേ? അത് വേണോ? അതുകൊണ്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കക്ക് ഭയങ്കര സപ്പോർട്ടല്ലേ എടുത്ത കളി. എനക്കൊരു മൂടില്ല. നിങ്ങളെ അഭിഷേകിനോട് അങ്ങനെ പറ. വെസ്റ്റ് ഇൻഡീസ് എങ്കിൽ സൗത്ത് ആഫ്രിക്കേന്റെ റൺ റേറ്റിന്റെ അത്ര ആവറേജ് ഇല്ലാത്തവന്റെ അടുത്താന്നോ പറയണ്ടേ? ഓൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുന്നേ മറ്റേ ഓറഞ്ച് ടവല് തലേ കെട്ടാൻ എടുക്കുന്ന സമയം വരെ ഓൻ ക്രീസിൽ നിൽക്കുന്നില്ല. ഞാൻ ബാറ്റ് ചെയ്യാൻ ഇറങ്ങാം, പക്ഷെ എന്നെ കളിയാക്കി ചിരിച്ച് കയറ്റാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചെയ്യും.